ദുബായ് മസ്കറ്റ് റോഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ആദ്യം പോയത് കടലിന് അഭിമുഖമായി നിൽക്കുന്ന സോഹാർ ഫോർട്ടിലേക്കാണ്. ഞങ്ങൾ പോയ ദിവസം ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ സമയത്ത് കോട്ടയുടെ അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. എന്നാലും കോട്ടയുടെ ചരിത്രങ്ങളും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ കോട്ട നൂറുകണക്കിന് വർഷമായിട്ട് ഉള്ളതാണ്. ഒരു കാലത്ത് പോർച്ചുഗീസുകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രതിരോധ കാവലായിരുന്നു ഈ കോട്ട. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തുകൊണ്ടും മനോഹരമായിരിക്കും. കാരണം ഇത് കടലിനെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. ഈ കോട്ട 13-ാം നൂറ്റാണ്ട് പണികഴിപ്പിച്ചപ്പെടുന്നതാണ് അറിയപ്പെടുന്നതെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ആധിപത്യം വന്നപ്പോൾ കോട്ട ഒന്ന് പുതുക്കി പണിതു. ഈ കോട്ടയുടെ വലിയ കോട്ടകൾ ഒമാനിൽ ഒരുപാട് ഉണ്ടെങ്കിലും സോഹാറിൻ്റെ ഒരു പ്രത്യേക ചരിത്രം തന്നെയാണ്. കാരണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതേപോലെ കടലിൻ്റെ അടുത്താണെന്നുള്ള വലിയൊരു പ്രത്യേകത ഉണ്ട്. കോട്ടയുടെ അറേബ്യൻ ശൈലിയിലുള്ള നിർമ്മാണം നമ്മൾ അതിശയിപ്പിക്കും. നിങ്ങൾ സോഹാർ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലം പോയി കാണാം. കോട്ടയുടെ കണ്ടതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഈന്തപ്പഴത്തിൻ്റെ ഫാമും കൂടെ സന്ദർശിക്കുകയുണ്ടായി. അതും വളരെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഈ ചൂട് കാലത്ത് ഈന്തപ്പഴം ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. സോഹാർ ഞങ്ങളെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് നേരെ സോഹാറിലുള്ള സുൽത്താൻ കാബൂസ് മസ്ജിദിൽ പോയി. അവിടെ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ ജുമാ പ്രയറൊക്കെ. അപ്പോൾ അതിനുവേണ്ടി പോയി അവിടുത്തെ കാഴ്ചകൾ ഒക്കെ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളി. ഫാദർ ഓഫ് ഒമാൻ എന്നറിയപ്പെടുന്ന 1970 മുതൽ 2020 വരെ ഒമാൻ ഭരിച്ച സുൽത്താൻ കാബൂസിൻ്റെ പേരിലുള്ളതാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മസ്ജിദ്. ഒമാനിലെ സോഹാറിൽ സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ കാബൂസ് മസ്ജിദ് ഒമാനിൽ തന്നെയുള്ള ഒരു വലിയ പള്ളികളിൽ ഒരു പള്ളിയാണ്. ഈ മസ്ജിദ് 2000-ൽ സുൽത്താൻ കാബൂസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പള്ളി നിർമ്മാണം ആരംഭിച്ചത്. ഇസ്ലാമിക ശൈലിയിൽ വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പള്ളിയാണത്. അതിൻ്റെ വലിയ മിനാരങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ വളരെ മനോഹരമാണ്. ഒരു അറേബ്യൻ പേർഷ്യൻ മിക്സ്ഡ് ആർക്കിടെക്ചറാണ് ഈ പള്ളി പണിയാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദാഹം തീർക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. ഭയങ്കര ചൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സുഹൃത്തും ടിക്ടോക്ക് താരവുമൊക്കെ ആയിട്ടുള്ള പെർഫ്യൂം മുസ്തുവിൻ്റെ റൂമിൽ പോയിട്ട് അവിടെ റൂമിലുള്ള തൃശ്ശൂർക്കാരൻ നിൽക്കുണ്ടാക്കിയ നല്ല ബിരിയാണി കഴിച്ചു. പെർഫ്യൂം മുസ്തുവിൻ്റെ ഭാര്യയുടെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന നല്ല ബീഫുണ്ടായിരുന്നു. അവിടെ നല്ല ബിരിയാണിയും ബീഫൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര തുടരുന്നത്. കഴിച്ച് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് സോഹാറിലുള്ള മനോഹരമായിട്ടുള്ള ഒരു മാങ്ങ തോട്ടം കാണാനാണ്. ഒരു അറേബ്യൻ നാടിൽ ഒമാൻ പോലൊരു സ്ഥലത്ത് ഇത്രയും ഒരു അടിപൊളി ഫാം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാ മാവിൻ്റെ മുകളിലും മാങ്ങ പൂത്ത് നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ ഒരു കൂട്ടമായിട്ട് ഒരുപാട് മലയാളികൾ അവിടെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ മലയാളികൾ അവർ വരുന്നു.
മാങ്ങ പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയിരുന്ന പോലെ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തുന്നു, കവറിലാക്കുന്നു. ചില മാങ്ങകൾ, നല്ല മാങ്ങകൾ നിലത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അധികം ചില മാവിനൊന്നും തീരെ ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ കൈ കൊണ്ട് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. പഴുത്തതും പച്ചയും ഒക്കെ ആയിട്ടുള്ള മാങ്ങകൾ കവറിലാക്കിയതിന് ശേഷം നമുക്ക് അവിടെ ഈ ഫാമിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഈ ഫാമിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട്. അവരെടുത്ത് കൊടുത്താൽ അവരത് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് നമുക്കൊരു നിശ്ചിത എമൗണ്ട് പറയും. ആ പൈസ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോവാം. വളരെ വലിയൊരു ഫാമെന്ന് വെച്ചാൽ വളരെ വലിയൊരു ഫാം. ഇഷ്ടം പോലെ മലയാളികളുണ്ടായിരുന്നു. മാങ്ങ മാത്രമല്ല, ചക്ക, അതേപോലെ പഴം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ചക്കയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വെട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കാഴ്ച പോലെ ചക്കയും മാങ്ങയും ഒക്കെ ഇങ്ങനെ മരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, അതിങ്ങനെ കാണുന്നത് തന്നെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഒരുപാട് മലയാളികൾ ഇതവിടെ ഈ സ്ഥലം കാണാനും ഈ മാങ്ങകളൊക്കെ പറിക്കാനും മാങ്ങ തിന്നാനും ഒക്കെ ആയിട്ട് വന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ മാങ്ങകൾ പറിക്കുന്നുണ്ട്. അതവിടെ ഇതിൻ്റെ പോകുന്ന വഴിയിൽ അവിടെ തൂക്കി നോക്കിയിട്ട് അതിൻ്റെ പൈസ കൊടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത്. എങ്കിലും പല വിധമുള്ള മാങ്ങകൾ പറിച്ച് എടുത്ത് കവറിലാക്കി അതൊക്കെ തിന്ന് ആസ്വദിച്ച് ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കുള്ളൊരു നൊസ്റ്റാൾജി ആയിരിക്കും ഇത്തരം ഫാമുകളിലൊക്കെ പോകുന്നതും മാങ്ങ പറിക്കുന്നതും. ചെറുപ്പകാലത്ത് നമ്മൾ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ മാങ്ങ എറിഞ്ഞതും പറിച്ചതും അതൊക്കെ ഒരു നല്ല ഓർമ്മകളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് രാവിലെ സോഹാർ ബീച്ചിൽ പോയി. ഞങ്ങൾ പിന്നെ നേരെ സോഹാർ ഫോർട്ട് പോയി. സോഹാർ ഫോർട്ടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ പോയി. അവിടുന്ന് പിന്നെ ജുമാ ഒക്കെ നിസ്കരിച്ച് ഞങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവസാനത്തെ ഞങ്ങൾ ഇവിടെ ഒരു ഒമാനിലെ ഒരു ഫാമിൽ വന്നിരിക്കുകയാണ്. ചക്ക മാങ്ങ ഒക്കെ നിറഞ്ഞ് നിൽക്കുക. അവിടെ എൻ്റെ ചുറ്റും ഫുള്ള് മാവുകളാണ്. ഈ മാവിലൊക്കെ നല്ല മാങ്ങ അങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.